+2 തുല്യത മലയാളം പാഠപുസ്തകത്തിലെ നാടോടികളും വീട്ടുകാരും എന്നുള്ള എസ് ജോസഫിന്റെ കവിതയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നാടോടികളും വീട്ടുകാരും എന്നുള്ള എസ് ജോസഫിൻ്റെ കവിത. ഇപ്പോൾ നാടോടികളും വീട്ടുകാരും ജീവിതത്തിൻ്റെ രണ്ട് അതിർത്തികളിൽ നിൽക്കുന്നവരാണ് നാടോടികളും വീട്ടുകാരും. മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്. ആദിമ സംസ്കാരത്തിൽ തന്നെ മനുഷ്യൻ മണ്ണിനോട് ചേർന്നാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രദാനം ചെയ്യുന്നത് പ്രകൃതിയാണ്. അപ്പോൾ നദീതടങ്ങളിൽ സംസ്കാരം രൂപപ്പെട്ടു വന്നപ്പോഴും മനുഷ്യൻ സംസ്കാരമുള്ളവനായി. ഓരോ കാലത്തും മനുഷ്യവർഗം സംസ്കരണ പ്രക്രിയയിലൂടെയാണ് വളർന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ വളർച്ചകൾ, ആ വളർച്ചയുടെ ഇടയിൽ കഴിവും കരുത്തുമുള്ളവരെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് മണ്ണിൻ്റെ അധികാരികളായി, അധികാരം ചൂഷണത്തിനുള്ള ഉപാധിയായി അവൻ കരുതി. ഉള്ളവരെന്നും ഇല്ലാത്തവരെന്നുള്ള രണ്ട് വിഭാഗം മനുഷ്യരുണ്ടായി. അപ്പോൾ കുടുംബം എന്ന ആരോഗ്യ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ബന്ധങ്ങൾ തീർത്ത മനുഷ്യരെ പരസ്പരം അങ്ങനെ ബന്ധികളായി. അപ്പോൾ സുരക്ഷിതത്വമുള്ള കുടുംബം എന്ന സങ്കല്പം ശക്തി പ്രാപിച്ചതോടെ മനുഷ്യർ വീടുകളിലേക്ക് കുടിയേറി. ആ വീടുകളാണെങ്കിൽ ആഡംബരത്തിൻ്റെയും സ്വന്തം സമ്പാദ്യത്തിൻ്റെയും പ്രദർശനശാലകളും ആയി. അപ്പോൾ കൂട്ടുകുടുംബത്തിൽ നിന്നും വഴിമാറി മനുഷ്യൻ കൊട്ടാരങ്ങൾ തീർത്തിട്ട് അവിടെ എന്തായി മാറ്റി? സ്വന്തം അണുകുടുംബങ്ങളിലേക്കും ആ കൊട്ടാരങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങൾ അങ്ങനെ ഫ്ലാറ്റുകളിലേക്കും ചുരുങ്ങിപ്പോയി. അപ്പം ഇതിനിടയിൽ നമ്മൾ മറന്നുപോകുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട വിഭാഗങ്ങൾ, ഇപ്പോൾ വഴിയോരത്ത് നമ്മൾ കാണുന്ന ഒരുപാട് മാറ്റി നിർത്തപ്പെട്ട വിഭാഗങ്ങളുണ്ട്. അപ്പം അത്തരം വിഭാഗങ്ങൾക്കിടയിലൂടെ കവി നടത്തിയ ഒരു നിരീക്ഷണം, ആ വിഭാഗങ്ങളെയും വീട്ടുകാരെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ വിശകലനം കവി നടത്തിയിട്ടുള്ളത് സ്വന്തം നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് കവി അവതരിപ്പിക്കുകയാണ് നമ്മളുടെ മുമ്പിൽ. അപ്പം അങ്ങനെ പുറംപോക്കുകളിൽ ജീവിച്ച് പ്രകൃതിയോട് ഇണങ്ങി ഇന്നും പ്രകൃതിയുടെ ഭാഗമായിട്ട് ജീവിക്കുന്ന അവനെയും പ്രകൃതിയിൽ നിന്ന് അകന്ന് കുടുംബ ബന്ധങ്ങളുടെ ഞാണിന്മേൽ കളിയിൽപ്പെട്ട് ഉഴലുന്ന വീട്ടുകാരനെയും തമ്മിലുള്ള ഒരു താരതമ്യമാണ് കവി നാടോടികളും വീട്ടുകാരും എന്നുള്ള പാഠഭാഗത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യ സംസ്കാരത്തിൻ്റെ വളർച്ചയിൽ ഈ താഴേക്കടയിലുള്ളവനെ ചവിട്ടി മെതിക്കപ്പെട്ടു. അവിടെ ബുദ്ധിശക്തിയും അധികാരവും കൈയാളുന്നവൻ താഴേക്കടയിലുള്ളവൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് യാതൊന്നും തന്നെ ചിന്തിച്ചില്ല എന്ന് കവി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പം എന്നെങ്കിലും അവനൊരു ഉയിർത്തെഴുന്നേൽപ്പ് ഉണ്ടാവാം. ആ ഉയിർത്തെഴുന്നേൽപ്പിൽ എത്ര നിസ്സാരനാണെങ്കിലും അവനും വിഷം ചീറ്റി വന്നേക്കാം എന്നുള്ള ഒരാശങ്കയും കൂടി കവി തൻ്റെ കവിതയിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി നാടോടികളും വീട്ടുകാരും എന്നുള്ള കവിതയിലേക്ക്. വീട്ടുകാർ പണിത ചെറുവീടുകളിൽ കഴിയുന്നു. വീട്ടുകാർ അവർ പണിത ചെറുവീടുകളിൽ കഴിയുന്നു. നാടോടികൾ ആരും പണിയാത്ത വലിയ വീട്ടിൽ കഴിയുന്നു. വീട്ടുകാർ കസേരകളിൽ ഇരിക്കുന്നു, അടിയിൽ എട്ടുകാലികൾ. നാടോടികൾ പുൽത്തട്ടിൽ ഇരിക്കുന്നു, താഴെ ഞാഞ്ഞൂലുകൾ. വീട്ടുകാരുടെ എല്ലാ യാത്രകളും കൂട്ടിപ്പിടിച്ച വളയങ്ങളാണ്. നാടോടികൾ വളയമുരുട്ടിക്കൊണ്ട് അലയുന്നു. നാടോടികളെ കള്ളന്മാരെന്നു വിളിക്കുന്നു വീട്ടുകാർ. മണ്ണും വെള്ളവും കട്ടവരെ ഒഴിഞ്ഞുപോകുന്നു നാടോടികൾ. ഒരേ തീ കത്തുന്നു, ഒരേ ചൂട് കിട്ടുന്നു. ചന്ദ്രനുള്ള രാത്രി വീട്ടുകാരനും ഭാര്യയും ഉറങ്ങുന്നു. ചന്ദ്രൻ അവരെ കാണുന്നില്ല. ചന്ദ്രനുള്ള രാത്രി നാടോടി പെണ്ണും ആണും ഉറങ്ങുന്നു. ചന്ദ്രൻ അവരെ കാണുന്നു.
അപ്പോൾ വീട്ടുകാർ അവർ പണിത ചെറുവീടുകളിൽ കഴിയുന്നു. വീട്ടുകാരൻ എത്ര വലിയ ബംഗ്ലാവ് പണിത് കഴിഞ്ഞാലും അവൻ എങ്ങനെ തന്നെയാണ് കഴിയുന്നത്, അതൊരു ചെറിയ വീടാണ്. പക്ഷെ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരൻ്റെ ബംഗ്ലാവ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഒരു മണൽത്തരിയോളം വലിപ്പം മാത്രമേ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ആ ബംഗ്ലാവുകളിൽ തൻ്റെ ലോകം അതുതന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് കഴിയുന്ന വീട്ടുകാരൻ. നേരെ മറിച്ച് നാടോടികളാണെങ്കിലോ ആരും പണിയാത്ത വലിയ വീട്ടിലാണ് കഴിയുന്നത്. പ്രകൃതി തന്നെയാണ് നാടോടിയുടെ വീട്. അപ്പം ആരും പണിയാത്ത വീടുകളിൽ നാടോടികൾ കഴിയുന്നു. വീട്ടുകാർ കസേരകളിലിരിക്കുന്നു, അടിയിൽ എട്ടുകാലികൾ. നാടോടികൾ പുൽത്തട്ടിലിരിക്കുന്നു, താഴെ ഞാഞ്ഞൂലുകൾ. വീട്ടുകാരെ കസേരകളിലാണ് ഇരിക്കുന്നത്, പക്ഷേ കസേരകൾക്കടിയിൽ എട്ടുകാലികളുണ്ട്. കസേരയുടെ അടിയിൽ എട്ടുകാലികളുണ്ട്. എട്ടുകാലികൾ കസേരയുടെ അടിയിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വലകൾ കെട്ടിയിട്ട് ശത്രുവിനെ ഇരയെ കാത്തിരുന്നു. ശത്രു എന്ന് പറഞ്ഞൂടെ ഇരയെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതേപോലെയാണ് വീട്ടുകാരൻ്റെ അവസ്ഥ. വീട്ടുകാരൻ കസേരയിൽ ഇരിക്കുന്നുണ്ട്, പക്ഷേ ആ കസേരയുടെ അടിയിലുള്ള എട്ടുകാലികൾ, കുടുംബത്തിൽ തന്നെയുള്ള എട്ടുകാലികൾ, തൻ്റെ ചുറ്റുമുള്ള എട്ടുകാലികളെ എപ്പോഴും ഇരയെ കാത്തിരിക്കുന്ന പോലെയാണ് വീട്ടുകാരനെ കാണുന്നത് എന്ന് പറയുകയാണ് കവി. നാടോടികളാണെങ്കിൽ പുൽത്തട്ടിലാണ് ഇരിക്കുന്നത്, താഴെ ഞാഞ്ഞൂലുകളാണ് ഉള്ളത്. ഞാഞ്ഞൂലുകൾ ആരെയും ദ്രോഹിക്കാനായിട്ട് വരാറില്ല. അപ്പോൾ ആ ഞാഞ്ഞൂലുകൾ നമ്മൾ പ്രകൃതിയുടെ കലപ്പയാണ് എന്നാണ് ഞാഞ്ഞൂലുകളെ കുറിച്ച് സാധാരണ പറയുന്നത്. അപ്പോൾ നാടോടികളെ പുൽത്തട്ടിലിരിക്കുന്നു, അവിടെ പ്രകൃതിയുടെ സഹായം ലഭിക്കുന്ന ആ ഞാഞ്ഞൂലുകളാണ് നാടോടിക്ക് തുണയായിട്ട് ഉള്ളത്. നേരെ മറിച്ച് എപ്പോഴും ഇര പിടിക്കാനായിട്ട് ഇരയെ കാത്തിരിക്കുന്ന എട്ടുകാലികളാണ് വീട്ടുകാരന് ചുറ്റുമുള്ളത് എന്ന് കവി പറയുന്നു. അതേപോലെ വീട്ടുകാരുടെ എല്ലാ യാത്രകളും കൂട്ടിപ്പിടിച്ച വളയങ്ങളാണ്. നാടോടികൾ വളയം ഉരുട്ടിക്കൊണ്ട് അലയുന്നു. വീട്ടുകാരുടെ എല്ലാ യാത്രകളും കൂട്ടിപ്പിടിച്ച വളയങ്ങളാണ്. കുടുംബ ബന്ധങ്ങൾ, എല്ലാ യാത്ര എന്നുള്ള ഇവിടെ ജീവിതയാത്ര എന്നുള്ള അർത്ഥത്തിൽ അതിനെ നമുക്ക് പറയാം. അപ്പോൾ വീട്ടുകാരുടെ എല്ലാ യാത്രകളും വീട്ടുകാരൻ എവിടെ പോകുമ്പോഴും ആ കൂട്ടിപ്പിടിച്ച വളയത്തിനെ അങ്ങനെ തൻ്റെ ഒപ്പം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വളയത്തിനെ ഒരിക്കലും അയാൾക്ക് ഉപേക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല. ആ കൂട്ടിപ്പിടിച്ച വളയത്തെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി അയാൾ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും അയാൾക്ക് അതിനെ പറിച്ചു മാറ്റാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ വീട്ടുകാരൻ്റെ എല്ലാ യാത്രകളും കൂട്ടിപ്പിടിച്ച വളയങ്ങളാണ്. ആ കുടുംബ ബന്ധങ്ങളെ അയാൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് ജീവിതയാത്രയിൽ മുഴുവനും അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാടോടിയാണെങ്കിലോ വളയം ഉരുട്ടിക്കൊണ്ട് അലയുകയാണ് ചെയ്യുന്നത്. നാടോടി ആ വളയത്തെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നില്ല. അതിനെ ഇങ്ങനെ തൻ്റെ ഒപ്പം അങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോകുന്നു. വേണമെങ്കിൽ അതിന് കൂടെ നിൽക്കാം, അല്ലെങ്കിൽ അതിന് പിരിഞ്ഞു പോവാം. ആ ഒരു രീതിയിൽ മാത്രമേ നാടോടി കുടുംബ ബന്ധങ്ങളെ കാണുന്നുള്ളൂ. നാടോടികളെ കള്ളന്മാരെന്ന് വിളിക്കുന്നു വീട്ടുകാർ. മണ്ണും വെള്ളവും കട്ടവരെ ഒഴിഞ്ഞു പോകുന്നു നാടോടികൾ. നാടോടികളെ കള്ളന്മാരെന്ന് വീട്ടുകാർ വിളിക്കുന്നു. നേരെ മറിച്ച് മണ്ണും വെള്ളവും കട്ടവരെ അവരെ അവരെക്കുറിച്ച് യാതൊന്നും തന്നെ പറയാനായിട്ട് ഇല്ല. നാടോടികളെ സംശയത്തോടു കൂടി മാത്രം നോക്കിക്കാണുന്ന മലയാളിയുടെ കാഴ്ചപ്പാട് വെള്ളവും മണ്ണും കട്ടവനെ കള്ളനെന്നു വിളിക്കാത്ത, അത് ആധുനിക മോഡിയുടെ ഭാഗമാക്കി മാറ്റുന്ന കാഴ്ചപ്പാട്. അതിനു പുറമെ തങ്ങളുടെ മണ്ണും വെള്ളവും കട്ടവൻ തങ്ങളെ കള്ളനെന്ന് ആക്ഷേപിക്കുന്നു എന്നുള്ള ഒരർത്ഥവും കൂടി നമുക്കവിടെ കണ്ടെത്താനായിട്ട് കഴിയും. നാടോടി പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള നാടോടിയുടെ ശേഷിപ്പുകൾ അല്ലെങ്കിൽ അവൻ്റെ ഭാഗമാണ് ഇവിടുത്തെ വെള്ളവും മണ്ണും വായുവും ഒക്കെ തന്നെ. അപ്പം അത് കട്ട വീട്ടുകാർ അല്ലെങ്കിൽ ആധുനിക മനുഷ്യൻ, അവനാണ് നാടോടിയെ കള്ളൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ ആധുനിക മനുഷ്യൻ കട്ടെടുത്തതോടുകൂടി അല്ലെങ്കിൽ സംസ്കാര സമ്പന്നനായിട്ടുള്ള മനുഷ്യൻ കട്ടെടുത്തതോടുകൂടി നാടോടി അതെല്ലാം ഉപേക്ഷിച്ച് യാത്രയാകേണ്ടതായിട്ട് വരുന്നു എന്നും കൂടി കവി അവിടെ സൂചിപ്പിക്കുന്നു. ഒരേ തീ കത്തുന്നു, ഒരേ ചൂട് കിട്ടുന്നു.
ചന്ദ്രനുള്ള രാത്രി വീട്ടുകാരനും ഭാര്യയും ഉറങ്ങുന്നു, ചന്ദ്രൻ അവരെ കാണുന്നില്ല. ചന്ദ്രനുള്ള രാത്രി നാടോടിപ്പെണ്ണും ആണും ഉറങ്ങുന്നു, ചന്ദ്രൻ അവരെ കാണുന്നു. അപ്പോൾ പ്രകൃതിയിലുള്ള എല്ലാ വിഭവങ്ങളും അതെല്ലാവർക്കും തുല്യമായിട്ടാണ് പ്രകൃതി നൽകുന്നത്. ഇപ്പോൾ ഒരേ തീ കത്തുന്നു, ഒരേ ചൂട് കിട്ടുന്നു. അത് പ്രകൃതി വിഭവങ്ങൾ അതെല്ലാവർക്കും തുല്യമായിട്ടാണ് പ്രകൃതി നൽകുന്നത്. എന്നാൽ പ്രകൃതിയിൽ നിന്ന് അകന്നു ജീവിക്കുന്ന ആധുനിക മനുഷ്യൻ പ്രകൃതിയുടെ ഈ സ്വാഭാവികതയെ ഒന്നും തന്നെ അവൻ്റേതാക്കി മാറ്റുന്നില്ല. സ്വന്തമായി പണിത കൊട്ടാരങ്ങളിൽ ഉറങ്ങുന്ന ആധുനിക മനുഷ്യൻ ചന്ദ്രനെ കാണുന്നില്ല, ചന്ദ്രൻ്റെ നിലാവിനെ ആസ്വദിക്കാനായിട്ട് അവന് കഴിയുന്നില്ല. നേരെ മറിച്ച് ചന്ദ്രനുള്ള രാത്രിയിൽ നാടോടി സ്ത്രീയും പുരുഷനും ചന്ദ്രൻ്റെ ആ പ്രകാശവലയത്തിൽ, നിലാവിൽ, അതിൻ്റെ പ്രശാന്തതയിലാണ് അവർ ഉറങ്ങുന്നത്. ചന്ദ്രൻ അവരുടെ ഒരു സംരക്ഷകനായിട്ട് ഏത് സമയവും നിലകൊള്ളുന്നു. നേരെ മറിച്ച് സ്വന്തമായി പണിത വീടുകളിൽ ഉറങ്ങുന്ന വീട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ്റെയോ പ്രകൃതിയുടെയോ യാതൊരു സംരക്ഷണവും അവന് ലഭിക്കുന്നില്ല എന്നും കൂടി കവി ഓർമ്മിപ്പിക്കുക. ഒരേ സൂര്യൻ ഉദിക്കുന്നു, ഒരേ സൂര്യൻ മറയുന്നു. ഒരു വീട്ടമ്മ മകനെ കുളിപ്പിക്കുന്നു, നാടോടി പയ്യനെ മഴ കുളിപ്പിക്കുന്നു. ഒരു വീട്ടമ്മ മകനെ കുട ചൂടിച്ച് പള്ളിക്കൂടത്തിലേക്ക് വിടുന്നു, നാടോടിയായ അമ്മ മകനെ വെയിൽ ചൂടിച്ച് ജീവിതത്തിലേക്ക് വിടുന്നു. അപ്പോൾ ഒരേ സൂര്യൻ ഉദിക്കുന്നു, ഒരേ സൂര്യൻ മറയുന്നു. പ്രകൃതി പ്രതിഭാസമാണ്. പ്രകൃതി പ്രതിഭാസം എന്ന് പറയുന്നത് വീട്ടുകാരനും നാടോടിക്കും ഒരേപോലെയാണ്. ആധുനിക മനുഷ്യൻ സൃഷ്ടിച്ച നിയമങ്ങളും നിയമാവലികളും അത് സംസ്കാര സമ്പന്നനായ മനുഷ്യൻ്റെ അല്ലെങ്കിൽ അധികാരം കൈയാളുന്ന സമൂഹത്തിൻ്റേത് മാത്രമായിട്ട് മാറുമ്പോൾ പ്രകൃതി നിയമങ്ങൾ എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കപ്പെടുന്നു എന്ന് കവി ഓർമ്മിപ്പിക്കുക. ഇപ്പോൾ ഒരു വീട്ടമ്മ മകനെ കുളിപ്പിക്കുന്നു, നാടോടി പയ്യനെ ആണെങ്കിൽ മഴയാണ് കുളിപ്പിക്കുന്നത്. അവൻ പ്രകൃതിയുടെ സുഖസൗകര്യങ്ങളെ ആസ്വദിച്ചാണ് ജീവിക്കുന്നത്. വീട്ടമ്മ മകനെ കുട ചൂടിച്ച് പള്ളിക്കൂടത്തിലേക്ക് വിടുന്നു. വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം മകൻ്റെ പഠനം എന്ന് പറയുന്നത് കൃത്രിമത്വം നിറഞ്ഞതാണ്. അവിടെ പള്ളിക്കൂടത്തിൻ്റെ പ്രത്യേക അന്തരീക്ഷത്തിൽ മാത്രമാണ് അവർക്ക് മകനെ പഠിപ്പിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. നേരെ മറിച്ച് നാടോടിയായ അമ്മ മകനെ വെയിൽ ചൂടിച്ച് ജീവിതത്തിലേക്ക് വിടുന്നു. അവിടെ കുടയില്ല, യാതൊരു കൃത്രിമത്വം ഇല്ല. വെയിലും മഴയും ഒരുപോലെ കൊണ്ട് പ്രകൃതിയുടെ ആ ലാളനകളേറ്റിട്ടാണ് നാടോടി പയ്യൻ വളരുന്നത്. അപ്പം അവിടെ വെയിൽ ചൂടിച്ച് ജീവിതത്തിലേക്ക് വിടുന്നു. ജീവിതം തന്നെയാണ് അവൻ്റെ പാഠപുസ്തകം. ഈ പാഠപുസ്തകത്തിൽ നിന്നാണ് അവൻ വേണ്ടതെല്ലാം തന്നെ കിട്ടുന്നത്. നേരെ മറിച്ച് വീട്ടമ്മയുടെ മകനെ പള്ളിക്കൂടത്തിൽ നിന്ന് കിട്ടുന്ന അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അപ്പുറത്തായിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സ്വാഭാവികമായിട്ടുള്ള വിദ്യാഭ്യാസം അവന് ലഭിക്കുന്നില്ല. നേരെ മറിച്ച് നാടോടി പയ്യനാണെങ്കിൽ പ്രകൃതിയാണ് അവൻ്റെ പാഠശാല. അതുകൊണ്ട് അവൻ അവിടുന്ന് ഒരുപാട് വിവരങ്ങൾ കിട്ടുന്നു എന്നുള്ള ആ ഒരു വലിയ തത്വം, അല്ലെങ്കിൽ പ്രകൃതി തന്നെയാണ് വിദ്യാലയം എന്നുള്ള, പ്രകൃതി തന്നെയാണ് പാഠശാല എന്നുള്ള വലിയൊരു തത്വം കവി അവിടെ അവതരിപ്പിക്കുക. ഒരേ പ്രകൃതി വിളിക്കുന്നു, ഒരേ ശബ്ദം കേൾക്കുന്നു. വീട്ടു പെൺകുട്ടി വീട്ടു ചെറുക്കൻ്റെ കൂടെ പോകുന്നു, അവർ വീട്ടിലേക്ക് പോകുന്നു. നാടോടി പെൺകുട്ടി നാടോടി ചെറുക്കൻ്റെ കൂടെ പോകുന്നു, അവർ എങ്ങോട്ട് പോകുന്നു? ഒരേ പ്രകൃതി വിളിക്കുന്നു, ഒരേ ശബ്ദം കേൾക്കുന്നു. പ്രകൃതി ശബ്ദങ്ങൾ അതും എല്ലാവർക്കും ഒരേപോലെയാണ്. ഇനി വീട്ടു പെൺകുട്ടി വീട്ടു ചെറുക്കൻ്റെ കൂടെയാണ് താമസമാക്കുന്നത്. അവർ അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ജീവിതം അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. നേരെ മറിച്ച് നാടോടി പെൺകുട്ടി നാടോടി ചെറുക്കൻ്റെ കൂടെ പോകുന്നു, അവർ എങ്ങോട്ട് പോകുന്നു? ജീവിതത്തിൽ ലക്ഷ്യങ്ങളില്ലാതെ അലയുന്ന നാടോടികളുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ച ആ രണ്ട് വരികളിൽ കൂടെ തന്നെ പറയാനായിട്ട് കവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ കൂടെ ജീവിക്കുന്ന ആധുനിക മനുഷ്യൻ്റെ സംസ്കാര സമ്പന്നനായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതവും നമ്മളുടെ മുമ്പിലെ രണ്ട് വരികളിൽ കൂടെ കാണിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ജീവിതം, യാതൊരു ലക്ഷ്യങ്ങളും ഇല്ലാണ്ട് പ്രകൃതിയുടെ മടിത്തട്ടിലും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന നാടോടിയുടെ ജീവിതം, ഇത് രണ്ടും ഒരേപോലെ കവി കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ലോകം തന്നെ ഒരു തറവാടായി കാണുന്ന നാടോടി വർഗത്തിൻ്റെ ജീവിതം
അത് കവി നമ്മളുടെ മുമ്പിൽ എടുത്തു കാണിക്കുകയാണ്. അപ്പോൾ അവിടെ അവരെവിടേക്കാണ് പോകുന്നത്, എന്താണ് അവരുടെ വ്യക്തിത്വം, അതിനെക്കുറിച്ചൊന്നും ആരും ചോദിക്കാറില്ല. അവർക്ക് കൃത്യമായിട്ട് പോകാനൊരു ഇടമില്ല. അവർ വാർത്തകളിൽ നിറയാറില്ല. ഒരു രാജ്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ തന്നെ ഭരണഘടനയുടെ ഉള്ളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വർഗമായിട്ട് എപ്പോഴും ഇത്തരം നാടോടികൾ മാറ്റപ്പെടുന്നു എന്ന് കവി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു രേഖകൾക്കും പിടികൊടുക്കാതെ ഭരണഘടനയുടെ ഉള്ളിൽ രേഖപ്പെടുത്താതെ പോകുന്ന നാടോടി വർഗത്തിൻ്റെ ആശങ്കകളും ആകുലതകളും ഒക്കെ ഈ കവിതയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ കൃത്രിമ മനുഷ്യൻ്റെ അവൻ എത്രത്തോളം കൃത്രിമമായി പ്രകൃതിയിൽ നിന്നകന്ന ജീവിതം നയിക്കുന്നു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നുള്ള പാഠശാല അല്ലെങ്കിൽ ആ ഒരു പാഠം നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് വീട്ടമ്മയുടെ മകനെ വളർത്തലും നാടോടിയുടെ മകനെ വളർത്തലും തമ്മിലുള്ള വ്യത്യാസത്തിലൂടെ ചെയ്യുന്നത്. കൃത്രിമ മാർഗത്തിലൂടെ ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായിട്ട് എവിടെയും എത്താതെ പോകുന്ന ആധുനിക മനുഷ്യൻ്റെ ചിന്തകളെയും നേരെ മറിച്ച് പ്രകൃതി തന്നെ വിദ്യാലയമായിട്ട് മാറുമ്പോൾ സ്വയം കാഠിന്യമേറിയ പാതകളിലൂടെ സഞ്ചരിച്ച് അല്ലെങ്കിൽ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുന്ന നാടോടികളുടെ ജീവിതവും തമ്മിലുള്ള ഒരു താരതമ്യം. നിസാര പ്രശ്നങ്ങളെ പോലും നേരിടാനായിട്ട് കഴിയാത്ത ആധുനിക തലമുറ ഈ ഒരു രീതിയിലുള്ള കൃത്രിമ ജീവിതം നയിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടി കവി അവിടെ നടത്തുന്നുണ്ട്. എല്ലാത്തിനും പിന്നിലുള്ള ഒരു താങ്ങൽ കിട്ടുമ്പോൾ ഈ താങ്ങൽ എന്നും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ള തോന്നൽ കാരണം നിസാര പ്രശ്നങ്ങൾ പോലും സഹിക്കാനായിട്ട് കഴിയാതെ അല്ലെങ്കിൽ ആ പ്രതിസന്ധികളെ പോലും നേരിടാനായിട്ട് കഴിയാത്ത ആധുനിക തലമുറയെ നമ്മളുടെ മുമ്പിൽ കവി കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു പ്രകൃതി പാഠം പഠിച്ചിട്ടുള്ള നാടോടികളെയും തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കവി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നാടോടികളും വീട്ടുകാരും എന്നുള്ള കവിതയിൽ വരുന്നത്.